സംസ്ഥാനത്ത് ഇടത് വലതു മുന്നണികൾ ഒളിഞ്ഞും തെളിഞ്ഞും SDPയുടെ പിന്തുണ നേടുന്നു എന്നതിന്റെ ഉദാഹരണമാണ് പത്തനംതിട്ടയിലെ കോട്ടാങ്ങൽ പഞ്ചായത്ത് ഭരണം. SDPI പിന്തുണയോടെയാണ് പഞ്ചായത്തിൽ ഇടതുപക്ഷം ഭരണം നടത്തുന്നത്. ഇക്കാര്യത്തിൽ ഇരട്ടത്താപ്പ് നിലപാട് സ്വീകരിക്കുന്ന CPMന്റെ കാപട്യമുഖമാണ് ഇതിലൂടെ വെളിവാകുന്നത്. 13 സീറ്റുകൾ ആകെയുള്ള പഞ്ചായത്തിൽ BJP 5, LDF 5, UDF 2, SDPI 1 എന്നിങ്ങനെയാണ് സീറ്റ് നില. SDPയുടെ ഒരംഗത്തിന്റെ പിന്തുണയോടെയാണ് പഞ്ചായത്തിൽ ഇടതുപക്ഷം ഭരണം നടത്തുന്നത്. CPMന്റെ കപട പ്രീണന രാഷ്ട്രീയത്തിന്റെ ഉദാഹരണമായി BJP അംഗങ്ങൾ കോട്ടാങ്ങൽ പഞ്ചായത്ത് ഭരണം ചൂണ്ടിക്കാണിക്കുന്നു. നിയമസഭാ ഇലക്ഷൻ നടന്നു. ആ ഇലക്ഷന് ശേഷമാണ് SDPയുടെ പിന്തുണ സ്വീകരിച്ചുകൊണ്ട് കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്തിൽ CPM ഭരണം തുടങ്ങിയത്. നിയമസഭാ ഇലക്ഷന് മുന്നോടിയായിട്ട് 2 തവണ SDPയുടെ പിന്തുണ സ്വീകരിക്കാതെ രാജിവെച്ചു. അത് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി മാത്രം ഉണ്ടായിരുന്ന ഒരു നയം ആയിരുന്നു. കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്ത് അഭിമന്യുവിന്റെ കൊലക്കേസിലെ പ്രധാന പ്രതിയായ ഫാറൂഖ് ഹമാനിയുടെ നാടാണ്. ഈ നാട്ടിൽ തന്നെയാണ് ഭീകരവാദികളായ SDPയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ ഭരണത്തിൽ കോട്ടാങ്ങൽ പഞ്ചായത്തിന്റെ വികസനങ്ങൾ മുഴുവനും അട്ടിമറിക്കപ്പെടുകയാണ്. ഒരു വികസന പ്രവർത്തനങ്ങളും കോട്ടാങ്ങൽ പഞ്ചായത്തിൽ നടക്കുന്നില്ല. SDPയ്ക്ക് വിധേയപ്പെട്ടുകൊണ്ടുള്ള ഭരണമാണ് ഇടതുപക്ഷ പഞ്ചായത്തിൽ നടത്തുന്നതെന്നും BJP അംഗങ്ങൾ പറയുന്നു. നമ്മുടെ പഞ്ചായത്തിലെ ഒരു റോഡിന് അഭിമന്യുവിന്റെ പേര് നൽകണമെന്ന് പറഞ്ഞിട്ട് പോലും SDPയെ ഭയന്നുകൊണ്ട് ഇവിടുത്തെ പ്രസിഡന്റ് അത് നിരാകരിക്കുകയാണ് ഉണ്ടായത്. പത്തനംതിട്ട നഗരസഭയിലും സമാനമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. SDPI പിന്തുണ ഇടതുപക്ഷത്തിന് നഗരസഭയിലുണ്ട്. ഈ വിഷയത്തിൽ ഇരു മുന്നണികളും പരസ്പരം പഴിചാരുമ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും UDFും LDFും SDPയുടെ പിന്തുണ തേടുകയും ചെയ്യുന്നു. ജനം, പത്തനംതിട്ട.